വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ടെലിവിഷനിലൂടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളുടെ മേൽ കരുണ ചൊരിയട്ടെ. ഈ വചനം നിങ്ങൾക്കൊരു അഭിഷേകമായിട്ട് മാറട്ടെ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിലും ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ഒരു ജീവിത നവീകരണം നടത്തുവാനും ഇടയാകട്ടെ. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന നാശത്തിന് കാരണമാകുന്ന തിന്മകളെക്കുറിച്ചാണ്. നാശത്തിന് കാരണമാകുന്ന തിന്മകളെക്കുറിച്ച്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ആത്മവിചിന്തനം നടത്താം. നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തെ അല്ലെങ്കിൽ ശാപത്തെ, ദൈവകൃപയെ നഷ്ടപ്പെടുത്തുന്ന തിന്മകളെ വിളിച്ചു വരുത്തുന്ന അന്തരീക്ഷമുണ്ടോ? അപ്പോൾ അത് ജീവിത നവീകരണത്തിന് കാരണമായിട്ട് തീരട്ടെ. കർത്താവിൽ പൂർണ്ണമായിട്ട് എളുപ്പപ്പെട്ട് ഒരു വലിയൊരു വിശുദ്ധീകരണം ലഭിക്കുന്നതിന് വേണ്ടി ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. നാശത്തിന് കാരണമാകുന്ന മ്ലേച്ഛത, നാശത്തിന് കാരണം, ഒരു വ്യക്തിയുടെ നാശത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന തിന്മകളെക്കുറിച്ച് ഇത് ധ്യാനിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശോധിക്കും. ഇന്ന് നമ്മുടെ കുടുംബം തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയ തകർച്ചയിലും വലിയ തിന്മയുടെ സ്വാധീനത്തിലും കാരണമാകുന്ന പാപമേഖലകളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുദപിച്ച് നമുക്ക് തിരിച്ചു വരാം. നാശത്തിന് കാരണമാകുന്ന തിന്മകളെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ജെറോബോവാമിനെ കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിനെ മുഴുവൻ നയിച്ച ജെറോബോവാമിനെ കുറിച്ച്. റഹോബോവാം യൂദയായെയും ജെറോബോവാം ഇസ്രായേലിനെ നയിച്ചു. അങ്ങനെ ഇസ്രായേലിൻ്റെ അധികാരിയായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ ഈ ജെറോബോവാമിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. ഈ ജനം മുഴുവൻ എന്നെ വിട്ടിട്ട് റഹോബോവാമിൻ്റെ പിന്നാലേക്ക് പോയേക്കാം. കാരണം അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. യൂദാ ഗോത്രം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്. അങ്ങനെ കാലക്രമത്തിൽ ഈ ഇസ്രായേൽ ബാക്കി ഗോത്രങ്ങളെല്ലാം യൂദാ ഗോത്രത്തോട് ചേരാൻ സാധ്യതയുണ്ട്. എല്ലാവരും റഹോബോവാമിനെ അനുഗമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി സ്വയമായിട്ട് തന്നെ പിശാചിന് വേണ്ടി വഴിയൊരുക്കുന്ന ജെറോബോവാമിനെ കാണാം. അതായത് 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം ഇങ്ങനെയാണ്: അവൻ ആത്മഹത്യ ചെയ്തു, ദാവീദിന്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദാ രാജാവായ റഹോബോവാമിന്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്തേക്കാം. അങ്ങനെ ഒരു ദുഷ്ചിന്ത ഇവനെ നയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ തീരുമാനങ്ങളാണ്. അതായത് ഈ പാപത്തിന് വഴിയൊരുക്കുക, പിശാചിനെ ആരാധിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഒന്നാമത് പറയുന്നത്, അവൻ ആദ്യം ചെയ്യുന്നത് സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ ജെറുസലേമിലേക്ക് പോകണ്ട, ഇതാ ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം മുഴുവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ടതിന് പകരമായിട്ട് ജെറോബോവാം ചെയ്ത കാര്യമാണ് അവർക്ക് വേണ്ടി കാളക്കുട്ടിയെ, പിശാചിനെ ഉണ്ടാക്കുക. അവർ ഇനി ദൈവത്തെ ആരാധിക്കേണ്ട, ഈ കാളക്കുട്ടിയെ, വിഗ്രഹത്തെ ആരാധിക്കുക. അങ്ങനെ ജനത്തെ മുഴുവൻ, ഒരു ദേശത്തെ മുഴുവൻ പാപത്തിലേക്ക് നയിക്കുന്നൊക്കെ വിധം അന്യദേവന്മാരെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിക്കാനായിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത് അവർ ചെയ്യുന്നൊരു കാര്യമാണ്, ജെറോബോവാം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ്, അവൻ ബഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു.
അതോടൊപ്പം തന്നെ അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽ പെടാത്തവരെ പുരോഹിതന്മാരാക്കി. യൂദാ ഗോത്രത്തിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ലേവി പുരോഹിതർക്ക് വിരുദ്ധമായിട്ട് ഈ കാളക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി ലേവി ഗോത്രത്തിൽ അല്ലാത്തവരെ പുരോഹിതന്മാരായിട്ട് അവരോധിക്കുന്നു. നേരെ ഈ തിന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുക. മൂന്നാമതായിട്ട് പറയുന്നത്, യൂദയായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി പിശാചിന് വേണ്ടി ആരാധന നടത്തി. അങ്ങനെ താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബഥേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് അവിടെ ചെല്ലുകയും ചെയ്തു. ഇങ്ങനെ പാപത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഈ ജെറോബോവാം ഉണ്ടാക്കി. ജനത്തെ മുഴുവൻ പാപത്തിലേക്ക് നയിക്കാൻ, ജനത്തെ മുഴുവൻ നാശത്തിലേക്ക് നയിക്കുവാൻ, ജനത്തെ മുഴുവൻ തകർച്ചയിലേക്ക് നയിക്കുവാൻ വേണ്ടി പാപകരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമപ്പെടുത്തി. അവർക്ക് പുരോഹിതന്മാരായിട്ട് പാപത്തെ ആരാധിക്കാൻ വേണ്ടി പുരോഹിതന്മാർ പാപകരമായിട്ടുള്ള കാളക്കുട്ടിയെ, പാപകരമായ ഉത്സവങ്ങളെ ഉണ്ടാക്കി ജനത്തെ, ഒരു ദേശത്തെ മുഴുവൻ പാപത്തിലേക്ക് നയിച്ചു. ഇങ്ങനെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ഈ ജെറോബോവാമിൻ്റെ കുടുംബത്തിനുള്ള ശിക്ഷയാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ വചനത്തിൽ പറയുന്നത്. അതായത് ദൈവപുരുഷനായിട്ടുള്ള ഒരു ദൈവപുരുഷൻ വന്നിട്ട് ഈ രാജാവിനെതിരെ, ദേശത്തിനെതിരായിട്ടുള്ള ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അഹിയ രാജാവ്, അതായത് അഹിയ എന്ന് പറഞ്ഞ പുരോഹിതനിലൂടെ ഈ ദേശത്തിനുള്ള ശിക്ഷ എന്താണെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അതായത് അഹിയ പ്രവാചകൻ വന്ന് ജെറോബോവാമിൻ്റെ കുടുംബത്തിന് നാശം വരുത്തുന്ന പ്രവചനം നടത്തുകയാണ്. ഈ കുടുംബം മുഴുവൻ നശിക്കുമെന്ന് കൃത്യമായിട്ട് പ്രവാചകനിലൂടെ പറയുകയാണ്. വചനം പറയാണ്, ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിയിച്ച് കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അങ്ങനെ പിശാചിനെ ആരാധിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും പിശാചിന് വേണ്ടിയുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും പിശാചിന് വേണ്ടി ഉത്സവം നടത്തുകയും ചെയ്ത ഈ ജെറോബോവാമിൻ്റെ കുടുംബത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷയാണ് അഹിയ പ്രവാചകനിലൂടെ പറയുന്നത്. അവൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ പോലെ എരിയിച്ച് കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. ജെറോബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും, വെളിമ്പ്രദേശത്ത് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വലിയൊരു ശാപത്തിൻ്റെ കാരണമായിട്ടുള്ള പാപത്തെ വിളിച്ചു വരുത്തുക. ഇത് തന്നെയാണ് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പല കുടുംബങ്ങളിലും ഉള്ളൊരു പ്രത്യേകത. ആ കുടുംബത്തിൻ്റെ നാശത്തിന്, ആ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക്, ആ വ്യക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായ ചില പാപങ്ങളെ വിളിച്ചു വരുത്താറുണ്ട്. ചില പാപങ്ങളെ ബോധപൂർവം തന്നെ നമ്മുടെ അഹങ്കാരം കൊണ്ട്, പാപത്തോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ വിളിച്ചു വരുത്താറുണ്ട്. അങ്ങനെ തന്നെ ക്ഷയിക്കുന്ന അനേകം കുടുംബങ്ങൾ കാണാം. പല കുടുംബങ്ങളും ക്ഷയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പാപസ്വാധീനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 107-ാമത്തെ അധ്യായം 17-18 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി, തങ്ങളുടെ അകൃത്യങ്ങളാൽ ദുരിതത്തിലായി. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന്, പാപകരമായ വഴികൾ അന്വേഷിച്ച്, പാപകരമായ പ്രവൃത്തികൾ ചെയ്ത്, പാപകരമായ ജീവിതം നയിച്ചിട്ട് പലരും രോഗാവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഈശോ ബൈബിളിൽ തന്നെ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 18 വർഷത്തോളം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ആ സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ ആദ്യമേ തന്നെ കർത്താവ് ആ പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ പറയുന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കുടുംബങ്ങളിലെ തകർച്ചകൾക്കും എല്ലാ തിന്മകൾക്കും രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമായിട്ടുള്ള ചില പാപമേഖലകളുണ്ട്. പൂർവികരായിട്ട് തന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ വിളിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും. ജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ട് മരണത്തെ വിളിച്ചു വരുത്തരുത്, പ്രവൃത്തി കൊണ്ട് മരണത്തെ വിളിച്ചു വരുത്തുക. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട്, ജീവിതത്തിലെ തെറ്റുകൊണ്ട് മരണത്തെ വിളിച്ചു വരുത്തുക, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ വിളിച്ചു വരുത്തുക. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാശത്തിന്, നമ്മുടെ തന്നെ നാശത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ നാശത്തിന്, ഈ തലമുറകളുടെ നാശത്തിന് കാരണമായിട്ടുള്ള ചില പാപമേഖലകളുണ്ട്. അപ്പം അതിനെ വിളിച്ചു വരുത്തുമ്പോഴാണ്, ചില പാപങ്ങളെ വിളിച്ചു വരുത്തും നമ്മൾ നശിക്കാറുണ്ട്. നമ്മൾ ബോധപൂർവ്വം നശിക്കാൻ വേണ്ടി ചില പാപങ്ങളിലേക്ക് ചെന്ന് വീഴാറുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, അധർമ്മികൾ വാക്കും പ്രവൃത്തികളും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു, അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്.
ഇതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:16. അധർമ്മികൾ ഈ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ വിളിച്ചു വരുത്തുന്നു, ക്ഷണിച്ചു വരുത്തുന്നു. വാക്കും പ്രവൃത്തിയും വഴി, ചില വാക്ക് പറയുന്നത് വഴിയായിട്ട്, ചില പ്രവൃത്തികൾ വഴിയായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നാശത്തെ വിളിച്ചു വരുത്തുകയാണ്. വീണ്ടും പറയാണ്, മിത്രമെന്ന് കരുതി അതുമായി സഖ്യം. നമ്മുടെ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് ചില പാപമായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസുകാരുടെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ പാപികളുമായിട്ട് കൂട്ടുപോലും ചേരരുതെന്ന് കൃത്യമായിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, വ്യഭിചാരികളുമായി സമ്പർക്കമരുത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. വീണ്ടും പറയുകയാണ് 1:11, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവരുമായി സംസർഗം പോലും പാടില്ലെന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഈ ധൂർത്തപുത്രൻ നശിക്കാനുള്ളൊരു കാരണമുണ്ട്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്ന് പെട്ട കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് വ്യഭിചാരികളുമായിട്ടാണ്. അതവനെ ഏറ്റവും വലിയ നാശത്തിലേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്ന ബിസിനസ് മേഖലകളും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ചില പാപമേഖലകളുണ്ട്. ചില പാപമേഖലകൾക്ക് ബോധപൂർവം ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ തന്നെ എൻ്റെ തന്നെ നാശത്തെ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. ചില കുടുംബങ്ങളുടെ നാശം സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ബോധപൂർവം തന്നെ പാപത്തെ വിളിച്ചു വരുത്തി നാശത്തെ വീട്ടിലേക്ക് കൊണ്ടുവരിക, തകർച്ചകളെ കൊണ്ടുവരിക. അതൊരു പക്ഷേ മദ്യപാനത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യഭിചാരത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചില വൈരാഗ്യത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചില നിഷിദ്ധമായ വസ്തുക്കളുടെ രൂപത്തിലായിരിക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരായി ആകാതിരിക്കാൻ വേണ്ടി ഈ നശിക്കപ്പെട്ട ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരരുത്, ശപിക്കപ്പെട്ടതൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ചില വസ്തുക്കൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അത് ആ കുടുംബത്തിന് അനുഗ്രഹമല്ല. ചില കാര്യങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ തന്നെ അത് കുടുംബത്തിന് ഒരു ഐശ്വര്യമല്ല. അപ്പം അതുകൊണ്ടാണ് വിശുദ്ധി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലുണ്ട്, വിശുദ്ധിയും അശുദ്ധവും, ശുദ്ധവും അശുദ്ധവും എല്ലാം നമ്മൾ വേർതിരിച്ചറിയണം. പാപവഴികളെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയണം. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈ ഒരു തകർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ പറയുന്നതാണ്. 4-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം, 1-2 വചനങ്ങളിൽ പറയുന്നുണ്ട്, ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. ഈ സീമാതീതമായി, അതായത് കൂടെ വർദ്ധിച്ചു വരുന്ന ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു ദേശം തന്നെ നശിക്കുന്നതിന് കാരണമായിട്ട് തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിക്കുന്നില്ല. വ്യഭിചാര ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നതാണ് എന്ന് വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാശത്തിന് കാരണമായിട്ടുള്ള തിന്മകളുണ്ട്. ചില കുടുംബങ്ങളിൽ ചില മക്കൾ അല്ലെങ്കിൽ ചില കുടുംബാംഗങ്ങൾ പാപ ജീവിതം നയിക്കുമ്പോൾ, മദ്യത്തിന് ലഹരി വസ്തുക്കൾക്ക് അടിമയായിപ്പോൾ, തെറ്റായ ബന്ധങ്ങൾ പുലർത്തുമ്പോൾ, ഒരിക്കലും ഒരു ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പാപങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധിയുടെ അഭിഷേകം നമുക്കെല്ലാവർക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ തിന്മയുടെ അടയാളങ്ങൾ പോലും ധരിക്കാൻ പാടില്ല. നമുക്കുള്ള അടയാളങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനിക്കുള്ള അടയാളങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനിക്കുള്ള അടയാളം മാമോദീസായിലൂടെയുള്ള കുരിശിൻ്റെ അടയാളമാണ്. ആ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യപ്പെട്ടവനാണ്. കർത്താവിൻ്റെ സംരക്ഷണം അവന് ഉള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി തൻ്റെ ശരീരത്തെ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുക, തിന്മയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശരീരം കൊടുക്കുക, ഈ ശരീരം പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നുണ്ട്, ശരീരം കർത്താവിനുള്ളതാണ്. നിങ്ങളുടെ ശരീരം നിങ്ങൾ ദൈവത്തിന് പ്രീതികരമായി ബലിയായിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ തലം നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിന്ദ്യമായിട്ടുള്ള വസ്തുക്കൾ, മന്ത്രവാദം, കൂടോത്രം, ചില കാര്യങ്ങൾ കയ്യിൽ കെട്ടുക, ചില കാര്യങ്ങൾ നമ്മൾ പച്ചകുത്തുക, അല്ലെങ്കിൽ ചില തിന്മയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനടിമയായിട്ട് തീരുക, അല്ലെങ്കിൽ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക, കുടുംബത്തിൽ മറ്റു പൂജകൾ നടത്തുക, അതുവഴിയായിട്ട് ഒരു കുടുംബത്തിലേക്ക് തന്നെ പാപത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. ചില കുടുംബങ്ങൾ നശിക്കാനുള്ള, തകർന്നു പോകാനുള്ള കാരണം അതുതന്നെയാണ്.
അതുകൊണ്ടാണ് നീതിമാന്മാർ, സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ തിരുവചനമുണ്ട്. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായിട്ട് ലഭിക്കുന്നു. സുഭാഷിതം 13:21. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുക. ചില കാര്യങ്ങൾ ചെയ്തത് വഴിയായിട്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്. ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്. സ്വസ്ഥതയോടുകൂടി കഴിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഭിന്നിച്ചും വഴക്കും വെറുപ്പും പാപത്തിൻ്റെ പടുകുഴിയിലൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. അപ്പോൾ നാശത്തിന് കാരണമായിട്ടുള്ള ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ പലപ്പോഴും നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാപം ചെയ്യുന്ന വഴിയായിട്ട് പലരുടെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപയാണ് നഷ്ടപ്പെടുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. അപ്പോൾ ഈ പാപത്തിന് വേണ്ടി തന്നെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, അതുവഴിയായിട്ട് നഷ്ടപ്പെടുന്ന ചില കൃപകളുണ്ട്, അഭിഷേകങ്ങളുണ്ട്, ചില തെറ്റായ ബന്ധങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജീവിത പങ്കാളി അല്ലാത്ത ബന്ധങ്ങൾ, മാതാപിതാക്കന്മാർ അവരുടെ സ്വപ്നങ്ങൾക്കും അല്ലെങ്കിൽ സഭയ്ക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങൾ, വിവാഹം നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിന് പറ്റാത്ത അന്തരീക്ഷങ്ങൾ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, വ്യഭിചാരികളുടെ സന്തതി പോലും പക്വത പ്രാപിക്കുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:16. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല, നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും. നമുക്കറിയാം, ബൈബിളിൽ തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ നാശത്തിലേക്ക് എത്തും. അതറിയാം, ബൈബിളിൽ സാംസന് ഈ ദലീലയുമായിട്ടുള്ള തെറ്റായ ബന്ധമാണ് ഈ സാംസന്റെ തന്നെ അഭിഷേകം നഷ്ടപ്പെട്ട് നശിക്കപ്പെട്ടവനാകാനുള്ള കാരണം. ആ ഒരു ബന്ധം വഴിയായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാവ് നിർവീര്യമാവുകയാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള മരണത്തിന് കാരണം ഈ ദലീലയുമായിട്ടുള്ള തെറ്റായ ബന്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില തെറ്റായ ബന്ധം, ചില തെറ്റായ പാപജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പാപത്തെ, നാശത്തെ വിളിച്ചു വരുത്തുന്നതിന് കാരണമായിട്ട് തീരും. പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, വ്യഭിചാരിയുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും അവിടുന്ന് കണ്ടുപിടിക്കും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ചില തെറ്റായ ബന്ധങ്ങൾ വഴിയായിട്ട്, ചില തെറ്റായ പാപപ്രവൃത്തികൾ വഴിയായിട്ട്, ചില തെറ്റായ ആസക്തികളുടെ ഫലമായിട്ടുള്ള പാപങ്ങൾ വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി പാപത്തെ വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധിയുടെ മേഖലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അർഹതയില്ലാത്ത പണം, മറ്റുള്ളവരുടെ വസ്തുക്കൾ അന്യായമായിട്ട് കൈക്കലാക്കി അതുവഴിയായിട്ട് പാപത്തെ, നാശത്തെ വിളിച്ചു വരുത്തുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 20-21 അധ്യായങ്ങളിലുണ്ട്. നാബോത്തിൻ്റെ, സാധാരണക്കാരൻ, ഒരു കൃഷിക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അന്യായമായിട്ട് കുറ്റാരോപണത്തിലൂടെ ഈ ആഹാബ് രാജാവ് ജസബൽ മൂലം സ്വന്തമാക്കി അവനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിയുമ്പോൾ ബൈബിളിൽ പറയുന്നത്, അവനെതിരെയുള്ള പ്രവചനം ഏലിയായിലൂടെ വന്നു, നിന്റെ സന്തതി പരമ്പരകളുടെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. അങ്ങനെ ആ മരണത്തെ സ്വന്തം പ്രവൃത്തി കൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. ആ സാധാരണക്കാരനായ കൃഷിക്കാരനായ ഒരു പാവപ്പെട്ടവനായ ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അന്യായമായി കൈക്കലാക്കിയത് വഴിയായിട്ട് കുടുംബത്തിലേക്ക് തന്നെ വലിയൊരു നാശത്തെ വിളിച്ചു വരുത്തുകയാണ്. ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ അർഹതയില്ലാത്ത, മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തി ചില കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ, അവരുടെ വസ്തുക്കൾ നേടിയെടുക്കുമ്പോൾ, അന്യായമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് പണം നേടിയെടുക്കുമ്പോൾ, അതുവഴിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ചില പാപമേഖലകളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചില അന്യായമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തി മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തി അന്യായമായിട്ട് സമ്പാദിക്കുന്നത് വഴിയായിട്ട് പാപത്തെ വിളിച്ചു വരുത്തുക. വേറൊരു മേഖലയാണ് നിഷ്കളങ്ക രക്തത്തെ ചിന്തി പാപത്തെ വിളിച്ചു വരുത്തുക. ആബേലിനെ കൊലപ്പെടുത്തി ആബേലിൻ്റെ രക്തം മണ്ണിൽ വീഴ്ത്തി കായേൻ തൻ്റെ ജീവിതത്തിലേക്ക് പാപത്തെ വിളിച്ചു വരുത്തുകയാണ്. അതാണ് ആബേലിൻ്റെ രക്തം വീണ മണ്ണിൽ അവൻ്റെ ആ മണ്ണിൽ തന്നെ ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. ആബേലിൻ്റെ നിഷ്കളങ്ക രക്തം വീണ മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് തീരുകയാണ്. അങ്ങനെ പിശാചിനെ വിളിച്ചു വരുത്തി ശപിക്കപ്പെട്ടവനായിട്ട് ഈ കായൻ മാറുകയാണ്, ആ നിഷ്കളങ്ക രക്തത്തെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചില നമുക്കറിയാം, ബൈബിളിൽ ഈ യൂദാസ് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് അതിൻ്റെ പരിണിത ഫലമായിട്ട് കിട്ടിയ 30 വെള്ളിക്കാശിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് പിശാചിനെ കൊണ്ടുവരികയാണ്.
നാശത്തെ കൊണ്ടുവരികയാണ്. അവൻ്റെ തന്നെ നാശത്തിന് അത് കാരണമായിട്ട് തീരുകയാണ്. ചില വ്യക്തികളുടെ നാശത്തിന് കാരണമായിട്ടുള്ളതുണ്ട് ചില നിഷ്കളങ്ക രക്തചിന്തി. പ്രിയപ്പെട്ട സഹോദരികളെ, ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അബോർഷൻ നടത്തി, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ബോധപൂർവം തന്നെ കൊലപ്പെടുത്താൻ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കുക. അതുവഴിയായിട്ട് തന്നെ ചില കുടുംബങ്ങളിലേക്ക് നാശങ്ങളത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇനി വേറൊരു മേഖലയാണ് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് പണത്തിനും ധൂർത്തിനും അല്ലെങ്കിൽ മറ്റു തിന്മകൾക്കുമൊക്കെ സ്ഥാനം കൊടുത്ത് പാപത്തെ വിളിച്ചു വരുത്തുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറയുന്നത്, എന്നേക്കാൾ അധികമായിട്ട് പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാനാവില്ല. അപ്പം അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ ബോധപൂർവം നാശത്തെ വിളിച്ചു വരുത്തുന്നവരാണ്. അങ്ങനെയുള്ള ചില നാശങ്ങൾ, സാവൂളിൻ്റെ അസൂയ കൊണ്ട്, ദാവീദിനോടുള്ള അസൂയ കൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് തന്നെ പിശാചിനെ വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ടാണ് അവനെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നു, പിശാച് പലപ്പോഴും അവനെ ഉപദ്രവിച്ചിരുന്നു. അപ്പോൾ ചില ജീവിതങ്ങളിൽ ചില വ്യക്തികളുടെ ഇടയിൽ തിന്മകൾ വഴിയായിട്ട് അവർ ബോധപൂർവം തന്നെ പാപത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. ചില പാപങ്ങളെ ബോധപൂർവം തന്നെ വിളിച്ചു വരുത്തി നശിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കണം, ഇന്ന് നമ്മുടെ നാശത്തിന്, ഇന്ന് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പാപമേഖലകൾ കണ്ടെത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയൊക്കെ പറയുമ്പോൾ ഓർമ്മിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തെ വിളിച്ചു വരുത്തുമ്പോഴും ദൈവത്തിൻ്റെ കരുണയുടെ ഒരു തലമുണ്ട്. ദൈവം ഒരു വ്യക്തിയുടെ മരണം വരെ കരുണ കാണിക്കുന്നവനാണ്. ദൈവം മരണം വരെ കരുണ കാണിക്കാൻ തയ്യാറാകുന്നവനാണ്. നിന്നോട് കരുണ കാണിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ആ മരണം വരെ നിനക്ക് വേണ്ടി കരുണയുടെ ആ കവാടം തന്നെ തുറക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാരക പാപങ്ങൾക്ക് കണ്ണുനീരോടുകൂടി പരിഹാരം ചെയ്യണം. ദാവീദ് തൻ്റെ മാരക പാപങ്ങൾക്ക്, വ്യഭിചാരത്തിനും കൊലപാതകത്തിനും പരിഹാരം ചെയ്തത് കണ്ണുനീരോടുകൂടി പാപപരിഹാരം ചെയ്തിട്ടാണ്. കണ്ണുനീരോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ആ 51-ാമത്തെ സങ്കീർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആദ്യം പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തെയും നാശത്തെയും വിളിച്ചു വരുത്തിയ മേഖലകളുണ്ടോ? നാശത്തിന് കാരണമാകുന്ന പാപമേഖലകളുണ്ടോ? ഇന്ന് നമ്മുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ എല്ലാ ഭൗതികമായിട്ടുള്ള മേഖലകൾ, ആത്മീയ മേഖലകൾ തകർന്നു പോകാനുള്ള കാരണമായിട്ടുള്ള ഏതെങ്കിലും പാപമേഖലകളുണ്ടോ? ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനെ ഓർത്ത് അനുദപിക്കുക, മനസ്സ് തീറി നന്നായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക, നല്ലൊരു കുമ്പസാരം നടത്തുക. ആ കുമ്പസാരത്തിൻ്റെ ഫലമായിട്ട് പാപത്തെ വെറുത്തുപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് തീരുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നാശത്തിലേക്കല്ല വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വിശുദ്ധിയോടുകൂടി ജീവിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരുണ നിൻ്റെ മേലെ ഒരുകട്ടെ. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നിന്നെ നയിച്ചിരുന്നത് ചില പാപങ്ങളായിരിക്കാം, നിന്റെ കുടുംബത്തെ തകർത്തത് ചില പാപ പ്രവൃത്തികളായിരിക്കാം, നിന്റെ ഇന്നത്തെ നാശത്തിന് കാരണം ചില പാപമേഖലകളായിരിക്കാം. തലമുറകളായിട്ട് നശിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ, തലമുറകളായിട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള പാപകാരണങ്ങളെ കണ്ടെത്തി ദൈവത്തിൻ്റെ മുമ്പാകെ എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നന്നായിട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് ഒരു പുതിയ വ്യക്തിയായി നീ രക്ഷപ്പെടുക. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈശോയുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ. ഒരു പുതിയ വ്യക്തിയാകാനുള്ള ഒരു അഭിഷേകം ഈശോ നിങ്ങൾക്ക് നൽകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ നാളിൽ ഒരു പാപിയായിട്ട് ജീവിച്ച് എൻ്റെ കൃപ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ വചന ശുശ്രൂഷയിലൂടെ ഞാൻ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. നാശത്തിന് കാരണമായ പാപത്തെ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു. ഒരു പുതിയ വ്യക്തിയാകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങളുയർത്തി ജീവിക്കുന്ന കർത്താവിനെ, സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി. സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പൈശാചിക ശക്തികൾ, തിന്മയുടെ അരൂപികൾ, പാപാസക്തികൾ, തിന്മയുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും വിട്ടുപോകട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിർബന്ധിക്കുന്ന വചനം തന്നെ നിങ്ങളുടെ മേലെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ കുടുംബം രക്ഷ പ്രാപിക്കട്ടെ. സകല തിന്മയുടെ ശക്തികളും ഈ സമയത്ത് തന്നെ നിർവീര്യമാകട്ടെ. നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ.
അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ